ഹേ ഗായ്സ്, അപ്പം നമ്മളാണെങ്കിൽ സലാഡ് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സലാഡ് കാണാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ആൻഡ് ഓൺലി നമ്മുടെ ആരാ KGF എഴുതിയേക്കുന്ന ആളാണ്. ഈ പടം എഴുതിയേക്കുന്നത് നമ്മുടെ പ്രശാന്ത് നീൽ. അപ്പം മാസ്റ്റർ ഓഫ് KGF, മാസ്റ്റർ ബ്രെയിൻ ഓഫ് KGF. അപ്പം പുള്ളിയുടെ പടമായതുകൊണ്ട് നമ്മൾ പോയി കണ്ടു. പിന്നെ നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടറും അത്യാവശ്യം കിടലവും ആയിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം അതായത് മുമ്പത്തെ പടം ഏതായത് ഏതോ ഒരു പേര് കിട്ടുപോയി, ആനിമേഷൻ പടം പോലത്തെ ഒരു പടമില്ലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പുള്ളി വന്നു. പിന്നെ നമ്മുടെ പടനോള്ളി പൃഥ്വിരാജ്, അപ്പം അപ്പം പുള്ളി ഉണ്ടായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ. ഓക്കെ, അപ്പൊ ഓവറോൾ പടം നോക്കുവാണെങ്കിൽ കൊള്ളാം, മാസമായിട്ടുള്ള ഒരു പടം വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യാഷ് ഒന്നും വരുന്നില്ല. റോക്കി ബായ് ഒന്നും ആ ഏരിയയില് വരുന്നില്ല. ചുമ്മാ റോക്കി ബായ് വരുന്നത് പോയി കണ്ടാണെങ്കിൽ നിങ്ങൾ കാണി തിരിച്ച് സെറ്റായിട്ടേ വരത്തുള്ളൂ. കാരണം റോക്കി ബായ് ഇതിനകത്ത് ഇല്ല. സ്പെഷ്യൽ താങ്ക്സ് ഫോർ യാഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ഇല്ലടോ. അതുകൊണ്ട് റോക്കി ബായിന് പ്രതീക്ഷ ചെല്ലണ്ട. പക്ഷേ റോക്കി ബായിനേക്കാളും കിടിലൊരു ഐറ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്, സലാഡ്. എനിക്ക് 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 തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ റോക്കി ബായിന്റെ അപ്പൂപ്പനായിട്ട് വരും സലാഡ്. അതായത് അമ്മാതിരി ക്യാരക്ടർ ബിൽഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പുള്ളിനെ കുറിച്ച്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേനും ഓവറോൾ നമുക്ക് മനസ്സിലാവും പുള്ളി എന്താണ്, പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന്. റോക്കി ബായുടെ മുത്തച്ഛനായിട്ട് പുള്ളി വരും. അമ്മാതിരി ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. പിന്നെ ആണെങ്കിൽ അടി വെടി പോകാം, അത്ര പറയാനുള്ളൂ. തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു, റീലോഡിങ്. തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു, റീലോഡിങ്. ഒന്നും പറയാനില്ലടി. നമ്മൾ കാണാത്ത ടൈപ്പിലാണ് ഈ കമന്നും മലന്നും ഒക്കെ വരുന്ന തോക്ക് വെച്ചിട്ടാണ് ഇവന്മാര് വെടിവെക്കുന്നത്. ഫുള്ള് യുദ്ധക്കളമായിരുന്നു, യുദ്ധക്കളം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലാണ് നമ്മുടെ റോക്കി ബായ് പോകും. നമ്മുടെ സലാറിന്റെ ഫുള്ള് കാര്യങ്ങളല്ല, ഓവറോൾ സലാർ എന്താണ്, അവന്റെ റേഞ്ച് എന്താണ്, അവൻ എവിടം വരെ ചെല്ലും എന്ന് മനസ്സിലാക്കിപ്പിക്കുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ റോൾ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ വിട്ടുപോയോ, കുറച്ച് ലെങ്ത് ഉള്ള പേര്, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം പുള്ളീനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്കാണ് ഫുൾ ഓവറോൾ പുള്ളീനെ ഒന്ന് കാണിക്കുന്നതും. ഒരു ഇൻട്രോ പോലത്തെ ഇൻട്രോ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫിലാണ് പുള്ളിനെ കുറിച്ച് ഓവറോൾ എന്താണ് പുള്ളി എന്ന് കാണിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതില് പ്രശാന്ത് നീൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടു ട്രൂ ഫ്രണ്ട്സ് ബിഗ് എനിമീസ് ആകുന്ന ഒരു ഇതാണ്, സ്റ്റോറിയാണെന്നാണ്. ബട്ട് ഇതിനകത്ത് എനിമീസ് ആകും എന്നൊന്നും കാണിക്കുന്നില്ല. ബട്ട് എനിമീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഹിന്റ് ഇട്ടിട്ടാണ് വേറൊരു ലൈനിലേക്കാണ് പടം പോയേക്കുന്നത്. അതായത് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു എനിമീസ് ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും അല്ല ഈ സിനിമയ്ക്കകത്തുള്ളത്. എനിമീസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ഇതാണ്. എനിമീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ എനിമീസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതാണ് സെക്കൻഡ് പാർട്ടില്. അതായത് നിങ്ങൾ ചോദിക്കും ഈ ഫസ്റ്റ് പാർട്ടില് എന്താണോ ഉള്ളതെന്ന്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ കൂടുതൽ പറഞ്ഞാലാണെങ്കിൽ അത് സ്പോയിലേഴ്സ് ആയി പോവുകയും ചെയ്യും. അതായത് ഈ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഈ പടമൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു വേവ് ലെങ്ത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവസാനം ഒരു യുദ്ധമുണ്ട്, ഒരു ബിഗ് വാർ. അപ്പൊ ആ യുദ്ധമുണ്ട്, പക്ഷെ ആ യുദ്ധം സെക്കൻഡ് പാർട്ടിലേ വരത്തുള്ളൂ. മനസ്സിലായോ? അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു Oh God, my lighting setup is gone. Bye.